26-കാരിയായ അനുശ്രീ അമലിനെ വീഡിയോ കോൾ വിളിച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. അപ്പോൾ എന്താണ് ഈ സംഭവത്തിലേക്ക് എത്തിച്ചതെന്ന കാര്യത്തിൽ ലൈവ് ഓണാക്കി വെച്ചിട്ട് വീഡിയോ കോൾ ഓണാക്കി വെച്ചിട്ടാണ് അനുശ്രീ ഈ ഒരു കടുങ്കൈ ചെയ്തതെന്ന് പറയുന്നുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അനുശ്രീ അമൽ 2 ദിവസം മുമ്പ്, അതായത് ഇന്നലെയാണ് ഈ ഒരു സംഭവം വന്നത്. നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്ന ഒരു വാർത്തയായിരുന്നു. മറ്റൊന്നുമല്ല, അനുശ്രീ എന്ന് പറയുന്ന SBI ജീവനക്കാരി ജീവനൊടുക്കുന്നു. ഓക്കെ, ഈ വരുന്ന ഡിസംബറിൽ അവരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അതിന് മണിക്കൂറുകൾക്ക് ശേഷം ഈ പറയുന്ന പ്രതിശുദ്ധ വരനും ജീവനൊടുക്കുന്നു. രണ്ടുപേരും ബാങ്ക് ജീവനക്കാരാണ് എന്ന് പറയുന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്നതാണ്. എന്താണ് ഇതിന്റെ വിഷയം? എന്തുകൊണ്ടാണ് അവർ ഇത്ര നേരം വർഷങ്ങളായിട്ട് പിന്നീട് കമിതാക്കളായിരുന്നവർ എന്തിനു പെട്ടെന്ന് ഇങ്ങനെ ജീവൻ ഒടുക്കി എന്നുള്ളതാണ്. അതായത് കാമുകി വധു ജീവനെടുക്കുന്നു, മണിക്കൂറുകൾക്ക് അകം ഈ പറയുന്ന പിന്നീട് വരനും ജീവനെടുക്കും. എന്താണ് കാരണം? അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതും ഒരു കാര്യം പറയാം, സോ കോൾഡ് നന്മ മരങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് എൻ്റെ വിഷയമല്ല, മറ്റാരുടെ വിഷയമാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും ഇത് ഹേർട്ടാവാം, പലർക്കും ഇത് അറിയണമെന്നുണ്ടാവാം. അപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ അഖിൽ NRDയുടെ വിഷയം മറ്റുള്ള കുറെ സോ കോൾഡ് നന്മ മരങ്ങൾ ഇവിടെ വന്നിരുന്നു. അയ്യോ, അത് മറ്റുള്ളവരുടെ ജീവിതമല്ലേ, എന്തിന് നിങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നു? ഈ പറയുന്ന വീഡിയോ ഇടുന്നവരും ഈ വീഡിയോ കണ്ട് ആസ്വദിച്ച് എന്തെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവരും വീഡിയോ ഇടുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നുള്ളത്. അതുമല്ല, ഇവരുടെ അഭിപ്രായം അനുസരിച്ച് ഈ പറയുന്ന ഒരുത്തനെ പറ്റിച്ച് മറ്റവന്റെ കൂടെ ഇറങ്ങിപ്പോയ അവളെ പ്രൈസ് ചെയ്യണം. അയ്യോ, നല്ല കുട്ടിയായിരുന്നു, ആരും അറിയരുത്, അവർ സുഖിച്ച് ജീവിക്കണം. നമ്മളെപ്പോലുള്ളവരെ അത് റിയാക്ട് ചെയ്യാൻ പാടില്ല. അത് മറ്റുള്ളവരുടെ കുടുംബ ജീവിതമല്ലേ റിയാക്ട് ചെയ്യണം എന്തെന്നാണ്. അതായത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ കുടുംബത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അനുഭവിക്കണം, അത്രേ ഉള്ളൂ. അതിന് വേറെ മാറ്റമൊന്നും, അത് നമ്മൾ അനുഭവിക്കണം എന്നുള്ളത്. ഇങ്ങനെ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ എടുത്തു പറയുക എന്നുള്ളതാണ് നമ്മുടെ റിയാക്ഷൻ പൊതുവായിട്ട്. അത് വാർത്താ ചാനലായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അത് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നതെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഈ ഫാമിലി വ്ലോഗ്സ് അതാകുമ്പോൾ പൂർണ്ണൊന്നും പെടുക്കുന്നത് എടുത്തിട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറയുകയാണ്, സോ കോൾഡ് നന്മ മരങ്ങൾ ഇത് കാണണം. ഇത് മറ്റൊരു കുടുംബത്തിന്റെ കേസാണ്. ആവശ്യമുള്ളവർ, എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ആവശ്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി എന്നുള്ളതാണ്. വാർത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രമല്ല വാർത്ത, മറ്റതും വാർത്ത തന്നെയാണ്. മനസ്സിലായോ? ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. അപ്പോൾ ഇതിനെന്താണ് വിഷയം? എന്താണ് ഇവർ തമ്മിൽ ഉണ്ടായ പെട്ടെന്ന് ഈ പറയുന്ന ഡിസംബറിൽ കല്യാണം കഴിക്കാനിരുന്ന കവിതാക്കൾ അല്ലെങ്കിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞവർ പെട്ടെന്ന് രണ്ടുപേരും ഒരേ സമയം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, കേട്ടല്ലോ. ഇനി അങ്ങോട്ട് കേൾക്കണമെന്ന് സോ കോൾഡ് നന്മ മരങ്ങൾ മാറിയിരിക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ആ വാർത്ത കേൾക്കാം. ഇനി എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ, വാർത്ത കേൾക്കാം. ഇന്നലെ കേട്ട ഒരു വാർത്ത നമ്മളെയൊക്കെ വല്ലാതെ സങ്കടത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു. അതായത് കർണാടകയിലെ ഹുൻസൂരിൽ മലയാളി യുവതിയും പിന്നാലെ കൊച്ചിയിൽ അവരുടെ പ്രതിശ്രുത വരനും ജീവനൊടുക്കി എന്നുള്ള സംഭവം. വലിയ ദുരൂഹതകൾ ആ സംഭവത്തിനുണ്ട്. 26-കാരിയായ അനുശ്രീ അമലിനെ വീഡിയോ കോൾ വിളിച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. അപ്പോൾ എന്താണ് ഈ സംഭവത്തിലേക്ക് എത്തിച്ചതെന്ന കാര്യത്തിൽ ബന്ധുക്കൾക്കും കാര്യമായ അറിവുകളൊന്നുമില്ല. ഡിസംബർ 26-നാണ് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. കാസർഗോഡ് കാട്ടാമ്പള്ളി സ്വദേശിയാണ് അനുശ്രീ. അമൽ കണ്ണൂർ ഇരിട്ടി സ്വദേശിയും 26 വയസ്സ് പ്രായമുള്ളവർ. രണ്ടുപേരും SBIയിലാണ് ജോലി ചെയ്യുന്നത്. ഏറെ നാളായി സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ അവരുടെ സൗഹൃദം വീട്ടിൽ പറയുന്നു. 2 മാസം മുൻപാണ് എൻഗേജ്മെന്റ് നടത്തിയത്. ഡിസംബർ 26-ന് കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്നതുമാണ്. മനസ്സിലായല്ലോ? ഡിസംബർ 26-ന് കല്യാണം നിശ്ചയിച്ചിരുന്നു. ഇവർ രണ്ടും SBI ജീവനക്കാരികളായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. പിന്നെ പ്രണയമായി, കാലങ്ങളോടുള്ള പ്രണയം. പിന്നെ അതിനുശേഷം വീട്ടുകാർ സംസാരിക്കുന്നു, അവർ സമ്മതിക്കുന്നു, വിവാഹം നിശ്ചയിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. പക്ഷെ രണ്ടുപേരും ഇപ്പോൾ ജോലി ചെയ്ത് 2 സ്ഥലത്താണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് എന്ത് സംഭവിച്ചു, എന്താണ് ഇരുവരും തമ്മിലുണ്ടായത് എന്നതിൽ അനുശ്രീയുടെ വീട്ടുകാർക്കോ അമലിന്റെ വീട്ടുകാർക്കോ ഈ നിമിഷവും യാതൊരു വ്യക്തതയുമില്ല. ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന തരത്തിൽ ഒരു സൂചനയും വീട്ടുകാർക്ക് കിട്ടിയിരുന്നില്ല. ഈ രണ്ടുപേരും വീട്ടുകാരുടെ അത്തരത്തിൽ പറഞ്ഞിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലിലാണ് ആ 2 വീട്ടുകാരും. ചൊവ്വാഴ്ച രാത്രിയാണ് കർണാടകയിലെ ഹുൻസൂരിലാണ് അനുശ്രീ ജോലി ചെയ്യുന്നത്. ഒറ്റയ്ക്കായിരുന്നു താമസം. രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് എന്ന് മനസ്സിലാക്കുന്നു. അനുശ്രീ അമലിനെ വീഡിയോ കോൾ വിളിക്കുന്നു, പിന്നെ തൂങ്ങി മരിക്കുകയാണ്. ഈ സമയത്ത് എറണാകുളം
എറണാകുളത്താണ് അമൽ ഉണ്ടായിരുന്നത്, സുഹൃത്തുക്കൾക്ക് ഒപ്പമായിരുന്നു. ഈ വീഡിയോ കോൾ വന്നതിന് ശേഷം ഈ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അമൽ അവിടെ നിന്ന് മാറുന്നു. നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. അവിടെ വെച്ച് അമലും ജീവനൊടുക്കുകയാണ്. ഇതിൽ അനുശ്രീയുടെ സംസ്കാരം ഇന്നലെ കഴിഞ്ഞു. അനുശ്രീയുടെ ഫോൺ ഈ കർണാടക ഹുൻസൂർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഇരുവരും തമ്മിലുള്ള ചാറ്റ് അത് റിട്രൈവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇരുവരും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ഫോൺ പരിശോധിക്കുന്നതിലൂടെ വ്യക്തമാകും. അമലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് എറണാകുളത്താണ്. ബന്ധുക്കളൊക്കെ എറണാകുളത്തുണ്ട്. ഇപ്പോഴും പോലീസിനോ അനുശ്രീയുടെയോ അമലിന്റെയോ ബന്ധുക്കൾക്കോ ഒരു ധാരണയുമില്ല എന്തായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രശ്നമെന്ന്. ശാലിനി, ഓക്കെ, ഇതാണ് ആ വാർത്ത. അതായത് രാത്രി 12 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അനുശ്രീയും ഈ അമലുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അനുശ്രീ എന്ത് ചെയ്യുന്നു, ഇത് 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ലൈവ് ഓണാക്കി വെച്ചിട്ട് വീഡിയോ കോൾ ഓണാക്കി വെച്ചിട്ടാണ് അനുശ്രീ ഈ ഒരു കടുംകൈ ചെയ്തതെന്ന് പറയുന്നുണ്ട്. മറ്റത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ കട്ടാക്കുന്നു. ഇതറിഞ്ഞ ആര്, നമ്മുടെ അമൽ അവിടെ നിന്ന് സുഹൃത്തിന്റെ അമലുള്ളത്, അനുശ്രീ ഉണ്ടായിരുന്ന കർണാടകയിലായിരുന്നു, അമൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു. അവിടെ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് മാറി ഇവരെന്ത് ചെയ്യുന്നു, നേരെ ഒരു പിന്നീട് ഹോട്ടൽ റൂമിലേക്ക് റൂം എടുക്കുന്നു, അല്ലെ? ഒരു ഹോട്ടൽ റൂമിലേക്ക് എറണാകുളത്ത് പോയി റൂം എടുക്കുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നു. അവരും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് വീഡിയോ കോൾ വിളിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടുപേരും 2 സ്ഥലത്താണ്. ഒരാൾ കർണാടകയിലും ഒരാൾ ഈ പറയുന്ന കൊച്ചിയിലുമായിരുന്നു. ഓക്കെ, ഓഗസ്റ്റ് 15 കർണാടക മൈസൂരിലെ ഹൻസൂരിലെ വാടക, അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക വീട്ടിൽ നിന്ന് അനുശ്രീ കൊച്ചിയിലെ അമലിനെ വീഡിയോ കോൾ ചെയ്തു. ആ കോളിനിടയിലോ ഇതാണ് അതിന്റെ വാർത്ത, ആ കോളിനിടയിലോ അതിന് തൊട്ട് പിന്നാലെയാണ് അനുശ്രീ ആത്മഹത്യ ചെയ്തത്. മനസ്സിലായോ? ഒന്നീ കോള് വിളിച്ചുകൊണ്ട് ലൈവ് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് കട്ട് ചെയ്തതിന് ശേഷം. അതിനൊരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്. എന്നിട്ട് ഈ ബുധനാഴ്ച പുലർച്ചെ ഈ പറയുന്ന അമൽ എന്ത് ചെയ്യുന്നു, കൺമുന്നിൽ ദാരുണമായ ഒരു സംഭവം കണ്ട ഞെട്ടലിൽ അമൽ ഉടൻ തന്നെ തന്റെ ഹൻസൂരിലെ അനുശ്രീയുടെ സുഹൃത്തുക്കളെയും പോലീസിനെയും വിവരമറിയിച്ചു. അപ്പം ഇങ്ങനെ ഒരു സംഭവം അവൾ ഈ പറയുന്ന ജീവനൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അമൽ നേരെ അവിടെ വിളിച്ച് സുഹൃത്തുക്കളെയും ഈ പറയുന്ന അവരുടെയും അവിടെ പോലീസിനെയും വിവരം അറിയിക്കുന്നു. ഓക്കെ, അയൽക്കാർ ഓടിയെത്തി അനുശ്രീയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുന്നു. ഇതാണ് സംഭവിച്ചത്, അല്ലെ? ഓക്കെ, വിളിച്ചു പറഞ്ഞു. പക്ഷെ ആൾക്കാർ എത്തുന്ന മുമ്പേ സംഭവം നടന്നു കഴിഞ്ഞു. അന്നേ ദിവസം രാവിലെ 8:45, അതായത് ചൊവ്വാഴ്ചയാണ്, 12 മണിയോടുകൂടി, രാത്രി 12 മണിയോടുകൂടിയാണ് ഇവർ തമ്മിൽ വീഡിയോ കോൾ വിളിക്കുന്നത്. അത് പിന്നെ അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അമലെ സുഹൃത്തുക്കളെ വിട്ടിട്ട് മറ്റൊരു റൂമിലേക്ക് എന്ത് ചെയ്യുന്നു, മറ്റൊരു റൂമ് വാടകയ്ക്ക് എടുത്തു പോകുന്നു. അതിനുശേഷം ഈ സുഹൃത്തുക്കളെയും പോലീസുകാരെയൊക്കെ വിവരം അറിയിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് അവരെ ഓടിയെത്തിയപ്പോൾ സംഭവം അവിടെ കഴിഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ 8:45 അനുശ്രീയുടെ മരണ വാർത്ത അറിയുന്നു, ഈ പറയുന്ന അമൽ അറിയുന്നു. കടുത്ത മാനസിക വിഷമത്തിലായ അമൽ താൻ താമസിച്ചിരുന്ന പാലാരിവട്ടത്തെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് മാറി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജ്. എനിക്ക് തോന്നുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അവർ റൂം എടുക്കുന്നത്. ഓക്കെ, മരണ വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് എനിക്കൊന്ന് മാനസിക സമ്മർദ്ദം ഏറ്റവും കൂടിയപ്പോൾ ഈ സുഹൃത്തുക്കളെ വിട്ട് 8:45 പാലാരിവട്ടത്തുള്ള എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള ലോഡ്ജിൽ മുറിയെടുത്തു. ഓക്കെ, പുള്ളി മുറിയെടുത്തു. ബുധനാഴ്ച രാവിലെ 8:45 മുറിയെടുക്കുന്നു. രാവിലെ 10 മണിയോടെ അമൽ തന്റെ മൊബൈൽ ഫോണിൽ നിന്നും സുഹൃത്തുക്കൾക്ക് എന്തയക്കുന്നു, താൻ നിൽക്കുന്ന ലോഡ്ജിന്റെ ലൈവ് ലൊക്കേഷൻ അയക്കും. അതായത് മരണത്തിന് തൊട്ടു മുമ്പ് താൻ ഏത് ലോഡ്ജിലാണോ നിൽക്കുന്നത്, ശരിക്കും സുഹൃത്തുക്കൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ട്, സുഹൃത്തുക്കൾക്ക് പേടി ഉണ്ടായിട്ടുണ്ടാകും അമൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്നടത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ലൊക്കേഷൻ ഇടുന്നു. ഓക്കെ, അയച്ചു കൊടുത്തു. സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനകത്ത് പിന്നെ സുഹൃത്തുക്കൾ നിരന്തരം വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. ഓക്കെ, തുടർന്ന് ലോഡ്ജിലെത്തി വാതിൽ പൊളിച്ചു നോക്കിയപ്പോൾ അമലിനെ മരിച്ചു നിൽക്കുന്നു. അപ്പൊ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്തു, ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ സേഫായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ നേരെ ഈ പറയുന്ന അവൻ തന്ന ലൊക്കേഷനിലേക്ക് പോകുന്നു. അവിടുന്ന് റൂം ചവിട്ടി തുറന്നപ്പോഴാണ് എന്ത് മനസ്സിലായത്, അമലും ജീവൻ ഒടുക്കിയത് എന്ന് പറയുന്നത്. ഇനി പോലീസ് അന്വേഷണത്തിന് കേന്ദ്രീയ പ്രധാന വശങ്ങൾ പോലീസ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ചിതറ, എറണാകുളം നോർത്ത് പോലീസ്, കർണാടക ഹൻസൂർ പോലീസ് എന്നിവർ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സംയുക്തമായി അവർ തമ്മിൽ കേസെടുത്ത് അവർ രണ്ടും സംയുക്തമായിട്ട് അന്വേഷണം നടത്തുന്നത്. പെട്ടെന്നുണ്ടായ തർക്കമാണ് അവർ പറയുന്നത്, പെട്ടെന്നുണ്ടായ തർക്കം. അത് തന്നെയാണ് ഞാനും പറഞ്ഞുതരാം. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഡിസംബർ 26 വിവാഹം നടക്കാനിരുന്നതിനാൽ
ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഓക്കെ, ഇനി എത്ര 1-2 മാസേ ഉള്ളൂ അല്ലേ, വളരെ സന്തോഷത്തിലായിരുന്നു. ഇവർക്കിടയിൽ മുൻപ് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഓക്കെ, അതിനാൽ ആ അവസാന വീഡിയോ കോളിൽ ഇവർക്കിടയിൽ പെട്ടെന്ന് എന്തെങ്കിലും വാക്കേറ്റമോ തർക്കങ്ങളോ ഉണ്ടായോ എന്ന് പോലീസിന് പ്രധാനമായി നോക്കുന്നു. ആ ഒരു ലാസ്റ്റ് വീഡിയോ കോളിൽ അതുപോലെ ഒരു പ്രശ്നവും വീട്ടുകാർക്ക് അറിയില്ല എന്നുള്ളത്. അവർ തമ്മിലുള്ള പ്രശ്നം വീട്ടുകാർക്കോ സുഹൃത്തുക്കളോ ഇവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളോ അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ഡിസംബർ 26-ന് കല്യാണം നടക്കാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു വീഡിയോ കോളിൽ എന്തോ വിഷയങ്ങൾ ഉണ്ടായി. കർണാടക പോലീസും അനുശ്രീയുടെ ഫോണും കേരള പോലീസ് അമലിന്റെ ഫോണും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവ ഫോറൻസിക് സൈബർ സെല്ലിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഇവരുടെ അവസാനത്തെ വാട്സപ്പ് ചാറ്റുകൾ, കോൾ റെക്കോർഡുകൾ എന്നിവ പരിശോധിക്കുന്നതിലൂടെ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ വിവരം കിട്ടത്തുള്ളൂ. ഓക്കെ, മറ്റ് ബാഹ്യ സമ്മതം, ജോലി സ്ഥലത്ത് നിന്നോ മറ്റ് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പോലീസ് അന്വേഷിക്കുന്നത്. മനസ്സിലായോ? അപ്പം മറ്റെന്തെങ്കിലും പിന്നീട് ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കും. അത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം ഇനിയിപ്പോൾ നമ്മുടെ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും വിഷയത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ സമയത്ത് വീഡിയോ കോൾ വിളിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നു. മേ ബി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാകുന്നു. ചിലപ്പോൾ മേ ബി നമ്മളൊരു അസംഷനാണ്. കാരണം ഒരാൾ ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുമെന്നുള്ളവരാണ്. സത്യമാണെന്നില്ല. ചിലപ്പോൾ എനിക്ക് വേണ്ട, ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിയുകയാണ്, ഞാൻ വേണ്ട എന്ന്. അപ്പൊ അത് ഇവന്റെ എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറഞ്ഞ സംഭവങ്ങളായിരിക്കാം. കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തു, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കാം ഒരു ഓൾമോസ്റ്റ് ഒരു 99% നടന്നിരിക്കുക. ഞാൻ എന്തായാലും ഈ പറയുന്ന വിഭാഗത്തിൽ നിന്ന് പിന്തിരിയാൻ പോവുകയാണ് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അവൾ പറഞ്ഞു എങ്കിൽ ഞാൻ ആത്മഹത്യ, എങ്കിൽ ദീപ ചേടി, അപ്പോഴത്തെ ദേഷ്യത്തിൽ നമ്മൾ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മേ ബി എങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചു. ഇപ്പം നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിന്റെ വീഡിയോ കോൾ ഞാൻ കാണിച്ചേരടാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ എടുക്കുന്ന സംഭവം. അതുപോലെ മേ ബി വീഡിയോ കോൾ ഓണാക്കി വെച്ചുകൊണ്ടാവാം, ചിലപ്പോൾ ഓഫാക്കിക്കൊണ്ടാവാം. ആ ഒരു കാരണം പരസ്പരം ഇഷ്ടം, പെട്ടെന്നുണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നവർ എന്തെങ്കിലും പെട്ടെന്ന് നമ്മളെ ഹേർട്ട് ചെയ്ത് എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെ എന്നെ വേണ്ട, ഞാനിനി ഈ ഒരു വിവാഹം എന്ത് ചെയ്യുന്നുണ്ട് നിർത്താൻ പോകുന്നു, ഞാനിത് പിന്നെ വേണ്ട എന്ന് ഞാൻ പറയാൻ പോകുന്നത് പറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു ഉപ്രാളത്തിൽ അപ്പോഴത്തെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്, ബാലിഷ്യമായ തീരുമാനങ്ങളാണ്. ആ സമയത്ത് മേ ബി അവനെ പേടിപ്പിക്കണം എന്തോ ആയിക്കോട്ടെ, ആ സമയത്തിലുള്ള ആ ഒരു പ്രഷർ കാരണം അവൾ ചെയ്തതായിരിക്കും. ഇവനും ആ ഒരു സമയത്ത് പറഞ്ഞു പോയതായിരിക്കും. പിന്നെ അതിനുശേഷം അവൾ ആത്മഹത്യ ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞത് വലിയൊരു അബദ്ധമായല്ലോ, ഞാൻ പറഞ്ഞത് കൊണ്ടാണല്ലോ ഇവൾ എൻ്റെ ജീവിതം കളഞ്ഞത് എന്നുള്ള ഒരു സത്യം പറഞ്ഞാൽ എന്താണ് ഒരു വേദന, ഒരു കുറ്റബോധം, അത് താങ്ങാൻ പറ്റാതെ ആയിരിക്കാം അമലും ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ്. ഇത് നമുക്ക് മനസ്സിലാകുന്ന രണ്ടുപേർക്കും നല്ല പരസ്പരം നല്ല ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അമൽ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടില്ല. സ്വന്തം ഭാവി വധു ഞാൻ പറഞ്ഞൊരു വാക്കുകൊണ്ട് ജീവൻ ഒടുക്കിയെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള അത്രയ്ക്കും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല ഇരുന്നു, അതല്ലെങ്കിൽ അവൾ ഉണ്ടായിരിക്കും എന്ന് ആ ഒരു മാനസിക സമ്മർദ്ദം അതിജീവിക്കാൻ അമലിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് അമലും എന്ത് ചെയ്തു, അവളോടൊപ്പം ആത്മഹത്യ ചെയ്തത്. മണിക്കൂറുകൾക്ക് ശേഷം തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേർക്ക് തമ്മിലും ആരും ഒരാളെ ചീറ്റ് ചെയ്തെന്നോ മറ്റവള് ഇവർ തമ്മിൽ എന്താണ് ആരെങ്കിലും പരസ്പരം ചീറ്റ് ചെയ്തതായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. രണ്ടുപേർക്കും ആത്മാർത്ഥമായ പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രണയം ചെറിയ ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ മൂലമുണ്ടായ ഒരു കടുങ്കൈകളാണ് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന അമലെന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞു, അത് അവൾക്ക് സഹിക്കാനായില്ല, അവളത് ചെയ്തു. പിന്നീട് അമൽ റിയലൈസ് ചെയ്യുന്നു ഞാൻ അന്ന് ദേഷ്യപ്പെടാതിരുന്നു എങ്കിൽ ഈ പറയുന്ന അവൾ ആത്മഹത്യ ചെയ്തത്. അപ്പൊ എന്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ അവൾ പിന്നീട് ജീവൻ ഒടുക്കിയത്. അപ്പൊ എനിക്കും ജീവിക്കണ്ട എന്ന് കരുതി അമലും എന്ത് ചെയ്തു, സ്വന്തം ജീവൻ കളയുന്നു എന്ന് പറയുമ്പോൾ രണ്ടുപേരും പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. പക്ഷെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഒരു എന്താ പറയാ, അതാണ് എന്തോ ഒരു തെറ്റിദ്ധാരണ, ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയാണ് രണ്ട് ജീവനുകൾ പൊലിയുന്ന. കടന്നൂടെ അഭിപ്രായം മോശമായി കമന്റ് നമുക്ക് കൊടുക്കണം.